മാത്രമായി ഈശ്വരനിന്നുള്ള ബോധം നിറയ്ക്കണേ എന്നും. നാം എല്ലാവരുടെയും ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പരിശുദ്ധ ബാവ തിരുമേനി അത്യഗാധമായ ഹൃദയബന്ധം പുലർത്തുന്ന ഏറ്റവും ബഹുമാന്യനായ PS ശ്രീധരൻ പിള്ള സാർ, വേദിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, എല്ലാവർക്കും സ്നേഹ നമസ്കാരം. നാട്യശാസ്ത്രത്തിൽ പലതരം നയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിനയം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന നിരുക്തം വിവേകമുള്ളവൻ്റെ നയം എന്നാണ്. ഫലമുള്ള കൊമ്പ് താണേ ഇരിക്കൂ, നീരുള്ള മേഘം താണേ വരൂ എന്ന അഭിജ്ഞാന ശാകുന്തളത്തിൽ നാം വായിക്കുന്നത് പോലെ യഥാർത്ഥ അറിവുള്ള മനുഷ്യർ എത്രമാത്രം വിനയാന്വിതരായിട്ടാണ് നമ്മോട് പെരുമാറുന്നത്. എന്നാൽ പലപ്പോഴും നാട്യശാസ്ത്രത്തിൽ തന്നെ പരാമർശിക്കുന്ന മറ്റൊരു നയമാണ് നമ്മുടെയൊക്കെ അറിവിൻ്റെ ആകാശങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളിൽ പുലരാറുള്ളത്. അത് മറ്റൊന്നുമല്ല, അഭിനയം. അഭിനയമില്ലാതെ സത്യസന്ധമായി ഒരു ഉള്ളെഴുത്ത്, അതാണ് ഏറ്റവും പ്രിയപ്പെട്ട ബേബി ചായൻ്റെ ആകയാൽ സ്നേഹം മാത്രം. അപ്പനിൽ തുടങ്ങി മക്കളിൽ അവസാനിക്കുന്ന ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ ദൈവാശ്രയത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും സത്യസന്ധമായ ഒരു കഥനമാണ്. ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം വായിച്ച് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ കുരുമുളക് ഉണക്കലിൻ്റെയും വരിയുടക്കലിൻ്റെയും കണ്ടത്തിലെ കുഴിപ്പന്ത് കളിയുടെയും കാര്യമൊക്കെ ഇത്ര വിശദമായി എഴുതിയത് എന്തിനാണെന്ന് വായിക്കുന്ന ചിലർക്കെങ്കിലും തോന്നലുണ്ടാവും. ഇതൊന്നും അറിയാത്ത, അതിനൊന്നും ഭാഗ്യം കിട്ടാത്ത ഒരു തലമുറ എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. അവരിലോ അവരുടെ അനന്തര തലമുറയിലോ ഉള്ള ആരെങ്കിലും ഇത് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാലം ഈ ലോകത്തുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കിക്കോട്ടെ, അതിനുവേണ്ടി മാത്രം പറഞ്ഞതാണ്. ഈ പുസ്തകം എങ്ങനെയാണ് പുതിയ തലമുറയെ വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാഗമാണ് ഇനി തുടർന്ന് വായിക്കുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളോട് ചോദിച്ചു, ഡാ നീ ഗോലി കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവൻ എന്നെ ഒന്ന് തറപ്പിച്ചു നോക്കി. പിന്നെ കുഞ്ഞു മുഖത്തൊരു വലിയ പുച്ഛം നിറച്ചുകൊണ്ട് പറഞ്ഞു, അപ്പച്ച, ഹീസ് നോട്ട് ഗോലി, കൊഹ്ലി, KOHLI. പകച്ചുപോയി എൻ്റെ ബാല്യം. ഇത്ര രസകരമായ ഒരവതരണം. മാതൃഭൂമി ബുക്സിൻ്റെ സദസിദ്ധമായ സൗന്ദര്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഇവിടെ അവതരിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ബേബി ചായൻ, ഈ പുസ്തകത്തിൽ മസ്കറ്റുകാരൊക്കെ വിളിക്കുന്നത് പോലെ പ്രിയപ്പെട്ട വർഗീസ് ജമാലി അച്ചായന് പ്രണാമം. ഈ മഹത്തായ സമ്മേളനത്തിന് ഭാഗമാകാൻ സ്നേഹപൂർവ്വം നിർബന്ധിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ജാബ്സണ് ഒരിക്കൽ കൂടി സ്നേഹമറിയിക്കുന്നു. നന്ദി. മാത്രമായി ഈശ്വരനിന്നുള്ള ബോധം നിറയ്ക്കണേ